കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്താച്ചാ എല്ലാവരോടും വരാൻ പറഞ്ഞത്? എടാ, എൻ്റെ അസുഖത്തെ പറ്റി എനിക്ക് നല്ല പേടിയുണ്ട്. അനന്തൻ്റെ കല്യാണം നമ്മൾ 25-ാം തീയതി അല്ലേ തീരുമാനിച്ചിരിക്കുന്നത്. അതുവരെ ഞാൻ ഉണ്ടാകത്തില്ലെന്നാ എൻ്റെ മനസ്സ് പറയുന്നത്. അതുകൊണ്ട് 25-ാം തീയതിക്ക് മുമ്പ് ഈ കല്യാണം നടത്താൻ പറ്റുമെന്നറിയാനാണ് നിങ്ങളെല്ലാവരും വിളിപ്പിച്ചത്. എൻ്റെ അച്ഛ 25-ാം തീയതി മുമ്പ് അച്ഛൻ മരിക്കുന്ന ആരാ പറഞ്ഞത്? ഇനി 2-3 ആഴ്ച ഉണ്ട് കല്യാണത്തിന്. അതിൻ്റെ ഉള്ളിൽ ആരും കൂടെ മരിക്കാൻ പോണില്ല. അത് തന്നെ വെറുതെ ആവശ്യമില്ല. അച്ഛന് പേടിയാണ്. അച്ഛൻ പേടിക്കാണ്ടിരിക്കാ. എന്തെങ്കിലും സംഭവിക്കാൻ വേണ്ടി 2-3 ആഴ്ചയൊന്നും വേണ്ട, വെറും നിമിഷങ്ങൾ മതി. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഗൗരവമായിട്ട് എടുക്കണം. അച്ഛൻ പറഞ്ഞാ ഞാൻ ഗൗരവമായിട്ട് കേട്ടോളാം. പുണ്യേ അനന്താ, 1-2 കാര്യങ്ങൾ കൂടി നിങ്ങളെ എനിക്ക് പറഞ്ഞേൽപ്പിക്കാനുണ്ട്. കണ്ടയാൻ പറഞ്ഞില്ല, ഇത് മറ്റേത് തന്നെയാണ്. എന്താ? അല്ല, അച്ഛൻ പറഞ്ഞു അവര് കേൾക്കട്ടെ, നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. ഞാൻ മരണപ്പെട്ടു പോയാലാ നമ്മുടെ തെക്ക് വശത്ത് നിൽക്കുന്ന നെല്ലിമരമില്ലയോ, എൻ്റെ തൊട്ട് കിഴക്കുവശമായിരിക്കണം എന്നെ അടക്കം ചെയ്യാൻ. അച്ഛാ, ആ നെല്ലിമരത്തിന് താഴെയൊക്കെ പാറയാണ് കേട്ടോ. പുണ്യേ ആനന്ദേട്ടൻ എന്താ പറയണേ? മരിക്കണവർക്ക് മരിച്ചാൽ മതി, കുഴിക്കണവര് പെടും. ഇനി ഇതിന്റെ പുറകിലൊക്കെ ഞാൻ നടക്കണ്ടേ? അപ്പോ നീ പോവോ? അളിയൻ പറയൂ. പിന്നെ എൻ്റെ ശവകുടീരത്തിൽ BR കൊട്ടിലപ്പാട്ട്, പ്രശസ്ത നോവലിസ്റ്റ്, നാടക നടൻ എന്നെഴുതി വെക്കണം. എന്തിനാ അച്ഛൻ എഴുതി വെക്കണത്? അച്ഛൻ പ്രധാന നാടക നടനാണ്, തിരക്കഥാകൃത്താന്നൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. എടാ, അതെ, നിങ്ങളുടെ തലമുറ കഴിഞ്ഞു പോയാലും പുതിയ തലമുറ വന്നുകൊണ്ടേയിരിക്കും. അവരെല്ലാരും അറിയണം ഇങ്ങനൊരു മഹാൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെന്ന്. അല്ലടാ ഭംഗിയേ? അതെ. എൻ്റെ പൊന്നു ബലരാമേട്ടാ, നിങ്ങൾ എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ ഓരോന്ന് പറയുന്നതിന്? ഒരു ചെറിയ വയ്യായ വന്നോണ്ടേ ആരും മരിച്ചു പോകുന്നില്ല. വെറുതെ പറയുന്നതല്ല സീതേ, 25-ാം തീയതിക്കുള്ളിൽ ഞാൻ മരിക്കുമെന്ന് ഉറപ്പാ. അങ്ങനെ സംഭവിച്ചാലാ അനന്തൻ്റെ കല്യാണം കാണാതെ അച്ഛൻ മരിച്ചു പോയല്ലോ എന്ന് ഓർത്ത് പിള്ളേരെല്ലാം കൂടെ നെഞ്ചത്തിട്ട് അടിച്ച് കരയരുതല്ലോ എന്ന് വിചാരിച്ച് പറഞ്ഞു പോയതാ. അളിയ, വേറൊരു കാര്യം എന്താ അറിയോ? ഈ 25-ാം തീയതിക്ക് രമണേട്ടൻ എല്ലാ ആളുകളെയും ക്ഷണിച്ചിണ്ടാവില്ലേ? അപ്പൊ അവരൊക്കെ കൂടി വന്നു കഴിഞ്ഞാല് രമണേട്ടൻ എന്ത് ചെയ്യും? അവര് പെട്ടുപോലേ നമ്മളിങ്ങനെ ഒരു തീരുമാനം എടുത്താല്? അല്ല, ആ തീരുമാനിച്ച കല്യാണം അങ്ങനെ നടക്കട്ടെ. ഞാൻ തീരുമാനിക്കുന്ന ആ ഡേറ്റിൽ ഈ കല്യാണം നടക്കട്ടെ. എന്താ എന്തൊക്കെ അച്ഛനീ പറയണത്? അതെങ്ങനെ കല്യാണം നടക്കുന്ന ഈ പറയണത്? പെട്ടെന്ന് മുമ്പ് തീരുമാനിച്ചാൽ അതൊക്കെ അവർക്കും ബുദ്ധിമുട്ടായിരിക്കും. അത് നടക്കില്ല. എടാ, അച്ഛൻ്റെ ആഗ്രഹമില്ലയോടാ. ബലരാമേട്ടാ, മതി, പറയാനുള്ളതൊക്കെ പറഞ്ഞല്ലോ. ദേ, അച്ഛൻ പറഞ്ഞൊക്കെ എല്ലാവരും കേട്ടല്ലോ. പങ്കി, ഇനി എല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് എന്താന്ന് വെച്ചാൽ അച്ഛനെ അറിയിക്കുക. ബലരാമേട്ട എണീറ്റെ, മതി, പോയി കിടക്ക്. അച്ഛൻ സമാനമായിട്ടിരിക്കുക, നമുക്ക് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കാം. പങ്കിയമ്മ, അനന്തേട്ടൻ പെട്ടല്ല. അന്തേട്ടാ, കല്യാണം നേരത്തെ ആക്കേണ്ടി വരുമോ? ആക്കേണ്ടി വരും. ഇപ്പോഴത്തെ ആ ഒരു തോന്നലിൽ പറയണതാ, ഒരു പ്രശ്നമില്ല. കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ അവിടെ മാറിക്കോളൂ. ആ മൈൻഡൊക്കെ, ആ മരുന്നിൻ്റെ മയക്കവും ഭയവും ഒക്കെ എല്ലാം കൂടിയിട്ടുള്ളൊരു സംസാരമായിട്ടാണ് എനിക്ക് തോന്നിയത്. വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കണോ? അതിൻ്റെ ഒന്നും കാര്യമില്ല. അതൊന്നും വേണ്ട. അത് ഇങ്ങനെയാണ് ആ വയ്യാതെ ആയപ്പോഴുള്ള ഒരു പേടിയുണ്ട് ആൾക്ക്. നല്ല പേടിയുണ്ട് അച്ഛന്. ഡോക്ടർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, എല്ലാം നോർമലാണെന്ന് പറഞ്ഞു. പിന്നെ വെറുതെ കിടന്ന് ആലോചിക്കണതിൻ്റെയാണ് സംഗതി. ഞാനൊന്ന് ഞെട്ടി. അമ്മാവനെന്തിനാ ഞെട്ടിയേ? ഞാൻ വെറുതെ ഞെട്ടന്നെ. ചന്ദനക്കിണ്ണം പുന്നമടക്കായലിനെ ഇവിടെ ഉണ്ടാ കുഞ്ഞിള കോരിയെടു കൊയ്ത്തു കഴിഞ്ഞ്. പുണ്യേ, എന്താ മാവാ? എന്താ നിന്റെ വിശേഷമൊക്കെ? വിശേഷ എന്താ പതിവില്ലാണ്ട് വിശേഷമൊക്കെ ചോദിക്കണേ? അല്ലടാ, എപ്പോഴെങ്കിലും ഞാൻ നിന്റെ വിശേഷം ഒന്ന് ചോദിക്കണ്ട? ഞാൻ നിന്റെ അമ്മാവനല്ലേ. പുണ്ണിക്ക് എന്ത് വിശേഷം അമ്മാവാ? 2 പശുക്കളുണ്ട്, അവറ്റൊക്കെ പുല്ല് കൊടുക്കണം.
അവറ്റുള്ള പാല് കറക്കണം, അത് സൊസൈറ്റിയിൽ കൊണ്ടു കൊടുക്കണം. ഇതൊക്കെ തന്നെ പണി. ഇപ്പൊ എനിക്ക് അറിയണ വിശേഷങ്ങളല്ലേ. അമ്മാവനെന്താ വിശേഷം? എനിക്കോ? ആ, എനിക്കെന്ത് വിശേഷം? അതേപോലെ അമ്മാവനെന്താ വിശേഷം അല്ലേ? പാർട്ടിയുടെ കാര്യം എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങും. സമയം ഇവിടെ വന്നിട്ട് മൂക്കറ്റം തിന്നു, എന്നിട്ട് നന്നായിട്ട് കിടന്നുറങ്ങും. ഇടയ്ക്കിടയ്ക്ക് കക്കൂസിലും പോകും. ഇതന്നെയല്ലേ അല്ലേ? എന്താ ഒരു തിരിഞ്ഞളി ഇവിടെ വന്നിട്ട്? അല്ല, ഓരോ കാര്യങ്ങൾ ആലോചിക്കുമ്പോ എന്റെ അപ്പുണ്ണി എന്താ ആദ്യമൊക്കെ നമ്മുടെ തെങ്ങേറിന വേലായത് നമ്മുടെ അടുത്തേക്ക് വന്നിട്ട്, പങ്കേട്ടാ നമുക്ക് നാളികേരം ഉണ്ടാവോ ഇന്ന് ഇങ്ങോട്ട് വന്ന് ചോദിച്ചിരുന്ന ആളാ. അപ്പൊ അവനെ അങ്ങോട്ട് അന്വേഷിച്ച് ചെന്ന ആളെ കിട്ടാനില്ലാന്ന്. എന്താ തിരക്കവന്. എന്താ ഈ ആദ്യമൊക്കെ ആയാ നമ്മുടെ കയ്യിൽ പിന്നെ 10ന്റെ പൈസ ഉണ്ടോ? ഈ നാളികേരം എന്തെങ്കിലുമൊക്കെ ഇടിപ്പിച്ച് വിറ്റും പിറക്കിയും കൊടുത്തിട്ടൊക്കെയാണ് എൻ്റെ കയ്യിൽ 10 പൈസ കിട്ടുന്നത്. അപ്പൊ അതിനും വകയില്ലാത്തൊരവസ്ഥയായി. പൈസ എന്തെങ്കിലും വേണ്ടി വരും പോലെ. പൈസ എന്തെങ്കിലും വേണ്ടി വരും തോന്നൂല്ലേ? അല്ല, അങ്ങനെയല്ല. ഒരു 10-200 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ പാർട്ടി ഓഫീസ് വരെ ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട്. അല്ല, അത് പോയി വന്നൂറിനെ അങ്ങോട്ട് തരൂ കേട്ടോ. വേണ്ട, അമ്മാവൻ തരണ്ട. അതെന്താ തരണ്ടാന്ന്? അമ്മാവന് ഞാൻ അങ്ങോട്ട് തരാൻ പോണില്ല. അപ്പോ അതന്നെ. എന്താ പുണ്യം അങ്ങനെ പറഞ്ഞു? അതെ, ഇതിനു മുമ്പ് എന്റെ അടുത്ത് മേടിച്ച പൈസക്ക് വല്ല കണക്കുണ്ടാ? എന്തിനാ നമ്മള് തമ്മിലൊരു കണക്കൊക്കെ? ഞാൻ നിന്റെ അമ്മാവൻ, നീ എന്റെ അനന്തരവൻ. അമ്മാവന് ഒരു കാര്യം മനസ്സിലാക്കണത് അറിയോ? എനിക്കിവിടെ ജോലിയും കൂലിയൊന്നും ഇല്ല. ഇവിടെ അനന്തേട്ടനും അമ്പിളിക്കാണ് ജോലി. അവരുടെ അടുത്ത് കാശ് വെച്ചിട്ട് അവരുടെ അടുത്ത് ചോദിക്കൂല്ലോ. എടാ, ഇപ്പൊ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെക്കാൾ ശമ്പളം ഇപ്പൊ ആർക്കാ? അത് നീ പറയണ്ട, പൂത്തി വെച്ചിട്ടുണ്ടോ കൊറേ അറിയാം. ഇന്നിപ്പോ ഇല്ല, ഉണ്ടെങ്കിൽ ഒരു 200 തന്നാ നടക്കും. എന്നാലേ നിന്റെ അടുത്ത് ഇല്ല. അമ്മാവൻ വേറെ എവിടെ നിന്ന് നോക്ക്. എന്താണ് അമ്മാവൻ കളിക്കാൻ എന്റെ അടുത്ത് കാശില്ലെന്ന് പറഞ്ഞു. അമ്മാവൻ പോയേ. അമ്മാവൻ പോയേ. എന്തിനു ഞാൻ പോണേ? ഞാൻ ഈ പറമ്പിലല്ലേ നിന്റെ അടുത്ത് കാശില്ല പറഞ്ഞു. അമ്മാവൻ പോക്കോ. എന്താ കുമാരിയെ? കുമാരിയോ? ഒന്നുമില്ല. ഒന്നുമില്ലാണ്ടെന്നല്ല. അമ്മാവൻ പൊക്കോ. അമ്മാവൻ എന്തിനോട് നിൽക്കണേ? ഇല്ല, ഞാൻ ഇവിടെ കുമാരി വന്നേ ഒരു വിശേഷമൊക്കെ ചോദിക്കാണ്ട് വാ. അമ്മാവനെ 200 രൂപ വന്നാ പോവോ? 200 രൂപ വന്നാ പോവോ? എവിടുന്നാ നിന്റെ കയ്യില് പൈസ? അമ്മാവൻ പോയിക്കോ. അമ്മാവന് കാര്യങ്ങൾ നടക്കണ്ടേ? തരാം. എന്നാ പിന്നെ ഒരു 300 കൂടി ഇങ്ങോട്ട് തന്നോ. ഒന്ന് പോയേ. നാളെ തരണ്ടേ? നാളെ തരണ്ടേ? അപ്പൊ നാളെ തരണ്ട. ആ 300 ഉറുപ്പ്യ തന്നോ, ഞാൻ പോയിക്കോളാം. അത് വേണ്ട. നാളെ എനിക്ക് നാളെ സൊസൈറ്റി പോകുമ്പോ പിണ്ണാക്ക് ഓടിക്കാളാ. അമ്മ പോക്കോ. എന്നാ ശരി കുമാരിയെ, അധികം നേരം ഒന്നും കെട്ടിത്തീരണ്ട കേട്ടോ. അവന് പണിയൊക്കെ ഉണ്ട് ഇവിടെ. 200 രൂപ ഉള്ളത് ഇപ്പൊ മതി. എന്താ കാത്തിരിക്കായിരുന്നു. എന്തിന് കണ്ടില്ലേ? പോട്ടെ പോലെ 200 രൂപയാണ് കൊടുത്തത്. മുതലാവട്ടെ. 200 രൂപയെ? ആ, അമ്മാവൻ ഇടക്കിടക്കിന്റെ അടുത്ത് കാശ് വാങ്ങും. ഇന്നിപ്പോ വന്നിട്ട് 200. അപ്പൊ ഞാൻ കൊടുക്കൂലെന്ന് പറഞ്ഞിരിക്കായിരുന്നു. കുമാരി വന്നു കൊടുത്താ. എന്താ ഇവിടെ പണിയാ? ഞാനേ പണിയെടുക്കണ മാതിരിയൊക്കെ കാണിക്ക. ഇവിടെ നിന്നാലേ കാണാൻ പറ്റുള്ളൂ. കള്ള. അന്ന് ഇവിടെ വൃത്തിയായിക്കോ. ഞാൻ പോട്ടെ. പോലെ ഞാനിവിടെ ഇങ്ങനെ ജോലി എടുക്കാം. കുമാരി നോക്കിന്നാ മതി. ഞാൻ തന്നെ ഇവിടെ ഇക്കടേ ചുമ്മാ ചുമ്മേ. ഇനി ആരെങ്കിലും കണ്ടോണ്ട് വന്നാലേ പൈസ ഇനി പോട്ടാ. പൊക്കോട്ടെ. എനിക്ക് കുമാരിയെ കാണാലോ. അങ്ങനെ വെറുതെ പൈസ കളയണ്ട. നമുക്ക് ഇനി പൈസക്ക് ആവശ്യമുള്ളല്ലേ? ആ ശരിയാ. പോട്ടെ. പൊക്കോ. പിന്നെ വൈകുന്നേരം വരണം കേട്ടാ. പൊക്കോ.
കണ്ടിട്ട് കൊതി തീർന്നിട്ടില്ല മനോഹർ. മനോഹരനോ? എന്താടാ? എനിക്കൊന്നുമില്ല. ഡോക്ടർ എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞേ? പെട്ടെന്ന് മരിക്കുന്നു പറഞ്ഞു. ആര് പറഞ്ഞോടാ അങ്ങനെ? ഡോക്ടർ പറഞ്ഞു. അങ്ങനൊന്നും ആരും പറഞ്ഞിട്ടില്ല. എന്നെ ആശ്വസിപ്പിക്കാൻ ഒന്നും പറയണ്ട, എല്ലാം അറിഞ്ഞു ഞാൻ. എനിക്കൊന്നുമില്ല മനോഹര, എനിക്കൊന്നുമില്ല. അച്ഛൻ്റെ അന്ത്യാഭിലാഷത്തെന്ന് പറഞ്ഞു മനോഹരം ചെയ്യും. പറ. നീ ഇവിടുന്ന് എഴുന്നേറ്റ് പോയി തരാമോ? ഞാൻ സ്വസ്ഥമായിട്ട് ഇവിടുന്ന് കിടന്നോട്ടെ. ഇതാണോ അച്ഛൻ പറഞ്ഞോ? എന്താന്ന് വെച്ചാൽ പറഞ്ഞു. എനിക്കൊന്നുമില്ലെന്ന് പറഞ്ഞില്ലയോ? എന്തോ അതോടെ കിടന്നോട്ടെ. അച്ഛൻ സാധനം വേണോ? ഇന്ന് എഴുന്നേറ്റ് പോടാന്നു. മനുഷ്യനെ വിലക്കെടുത്തറേ. എടാ മനോഹര, നിന്നോട് ആരാ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ? ആര്? അച്ഛന് കുഴപ്പം. നീ തലേന്ന് മാറിയിരിക്കടാ. മാറിയാണ്. എന്താ അച്ഛാ? എന്താ അവനെ കിടന്ന് എന്തൊക്കെയാ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നു. എന്താ എന്റെ കുഴപ്പം? എന്താണ്? ഡോക്ടർ പറഞ്ഞു മരിക്കും. ഡോക്ടർ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അച്ഛന് ഒരു കുഴപ്പമില്ല. നീ വെറുതെ സൈഡിൽ വന്ന് അലമ്പണ്ടാക്കണ്ട കേട്ടാ. നീ ഇവിടെ ഇരിക്കണ്ട, ഇവിടെ അമ്മ നോക്കിക്കോളൂ. ശരി പോയിക്കോ. അല്ല, അവസാനത്തെ വെള്ളം കൊടുക്കാൻ ഞാൻ ഉണ്ടായിക്കോട്ടെ. എടാ മനോഹര, അച്ഛന് കുഴപ്പമൊന്നുമില്ലാന്ന്. നീ വെറുതെ നമ്പർ കാണിക്കല്ലേ പോയെ? എന്തേ? അച്ഛൻ 100 രൂപ എടുത്തേ. പിന്നെ നിന്റെ 100 രൂപ എടുക്കാൻ കിടക്കയല്ല അച്ഛൻ. ഇതേതാണ്? ആ ചെല്ലി പുറത്തേക്കോ, അങ്ങോട്ട് വരാം. നീ ഇരിക്കണ്ട, ഇത് എന്റെ അച്ഛനല്ലേ. നീ എന്തിനാ വിഷമിക്കണ? എന്തൊരു കഷ്ടമായിരുന്നു. വല്ല കുഴപ്പമുണ്ടാക്കിയ അവൻ? ഇല്ലടാ, അവനൊരു കുഴപ്പമൊന്നും ഉണ്ടാക്കിയില്ല. എനിക്കായിട്ട് അസുഖം കൂടുതലാന്ന് പറഞ്ഞു കരഞ്ഞത്. അതെ, നല്ല ആരോഗ്യം ഉണ്ടായിട്ട് എനിക്ക് പറ്റില്ല അവനെ സഹിക്കാൻ. പിന്നെ പാടില്ലാതെ നടക്കുമ്പോ അച്ഛന് പറ്റുമോ? എന്തൊരു ചെറുക്കനായിരുന്നു. കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം കേട്ടാ. സമാനായിട്ട് കിടന്നു, അധികം വർത്താനം പറയണ്ട. എന്റെ അച്ഛനൊന്നും വരുത്തില്ലേ ദൈവേ. അച്ഛന് സൂക്കട നേരായി 101 പ്രാവശ്യം ശയന പ്രദക്ഷിണ മുതലാളിനെ കൊണ്ട് ഞാൻ ജയിപ്പിക്കും. മനോഹര, എന്തും വിചാരിച്ചാണ് നീ ഇത്? പോയില്ലേ നീ? ഞാൻ സൂക്കട് നേരായിട്ടേ പോലും. എടാ അച്ഛൻ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങള് മക്കളുണ്ട് നോക്കാൻ. നീ വിഷമിക്കേണ്ട കാര്യമില്ല കേട്ടാ. എടാ നീ ഓഫീസിലേക്ക് പോടാ. ഞാൻ പോയില്ല. നല്ല പ്രയാസം ഉണ്ടല്ലേ? അതെ, നിന്റെ അമ്മക്ക് നടുവേദനയാണെന്ന് പറഞ്ഞിട്ട് കുറെ നാളായല്ല. 5-8 മാസമായി. മരുന്ന് വാങ്ങിക്കൊടുത്താ? അതിപ്പോ കയ്യില് 100 രൂപയില്ലേ? നീ അതിനൊരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് അമ്മനെ കൊണ്ട് മരുന്ന് മേടിച്ചു കൊടുത്തേ. അതെടുക്കാൻ പറ്റൂല. അതെ, നെറ്റ് റീചാർജ് ചെയ്യണം. നീ ലാസ്റ്റ് കഴിഞ്ഞു. നീ ആ തള്ളനെ മരുന്ന് മേടിച്ചു കൊടുക്കും. നീ പോയ പൈസ തന്നെ ഒപ്പിച്ചു തരാ. അച്ഛനെ ഞാൻ നോക്കിക്കോളാം. നീ പോയ ചെല്ല്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നീ പുറത്തോട്ട് പോടാ. നീ ഓഫീസിൽ പോടാ. അവനോന്റെ തള്ള ചാകാൻ കിടക്കുമ്പോഴാണ് അവൻ എൻ്റെ അച്ഛൻ്റെ തലക്കിരുന്ന് നൊലോളിക്കാൻ വന്നത്. ഇവനൊക്കെ എന്ത് വഴുകയാണ് ഇവനൊക്കെ. നിന്റെ എന്റെ വിളിക്ക് എന്താ പ്രാധാന്യം? അമ്മാവന്റെ വിളിക്കാ. അവിടെ ഇരിക്കണ്ടോ? എന്നെ അത്യാവശ്യമായിട്ട് അവിടുന്ന് പറഞ്ഞയച്ചിട്ട് ഇപ്പൊ ഇവിടെ മണ്ണിൽ കളിച്ചോണ്ടിരിക്കുക. അവിടേക്ക് ഗൾഫിൽക്കാ? ഗൾഫിലേക്കാ? അല്ല, യാത്ര ചോദിക്കലൊക്കെ കേട്ടപ്പോഴേ ഗൾഫിൽക്കാന്ന് തോന്നി. യാത്ര ചോദിക്കലൊക്കെ പതിവുള്ള തന്നെയാണ്. നിന്റെ ഭാര്യ അങ്ങനെ ആരോടും പറയാണ്ട് അങ്ങോട്ടും കൊണ്ടൊന്നും ഇറങ്ങി പോക്കില്ലേ ഞാൻ. അമ്മാവൻ കുറെ നേരം ഒരുങ്ങിക്കണേ. ആനന്ദേട്ടനും പോയി, അമ്പിളിയും പോയി. അവര് പോയിക്കോട്ടെ, അവര് പോണോടത്തേക്ക് അല്ലല്ലോ ഞാൻ പോണേ. ഞാൻ വേറെ ഒഴിക്കല്ലേ. അതെ, ആ 200 രൂപ എവിടെ? ഏത് 200 രൂപ? ഏത് 200 രൂപന്നാ? ഞാൻ നേരത്തെ തന്നില്ലേ? അത് കടം മേടിച്ചല്ലേ? അതെവിടെ? അതിൻ്റെ ഉണ്ട്. അവിടെ പോക്കറ്റില്ല? അതിപ്പോ പോക്കറ്റിലോ പേഴ്സിലോ എവിടെയെങ്കിലും ആയിക്കോട്ടെ. നീ കടം തന്നല്ലേ, അത് ഞാൻ മേടിച്ച് എനിക്ക് ഇഷ്ടമുള്ളടത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ഉണ്ട്. ഞാൻ കടം തന്ന പൈസയല്ലേ, അപ്പൊ എനിക്ക് കാണണ്ടേ? എന്തൊക്കെ ഈ പറയണേ? നീ കടം തന്നാ വെച്ചിട്ട് ഇപ്പൊ നിനക്ക് ഇങ്ങനെ കാണിച്ചോണ്ട് നടക്കാൻ പറ്റും? എനിക്ക് അതെവിടെ ഇരിക്കണേ? എന്തേലും ഉണ്ടാ? അവിടെ
അതെന്റെ പൈസ അതെവിടെ ഇരിക്കണമെന്ന് ഞാൻ അറിയണം. എന്ത് ന്യായത്? നീ എനിക്ക് കടം തന്നല്ലേ? ആ അപ്പൊ കടം തന്നു കഴിഞ്ഞ പിന്നെ കടം മേടിച്ച ആളുടെയാണ് ആ പൈസ. ആ അത് തിരിച്ചു തരുന്നവരെ ആയുഷ്കാലം വരെ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ കൊറേ കിടക്കണ്ട അവിടെ, അതാ പറഞ്ഞ്. കൊറേ ഒന്നുമില്ല, ഒക്കെ ഉണ്ട്. ഒന്നുമില്ല, കൃത്യം കണക്കുണ്ട് എൻ്റെ കയ്യില്. 1200 ഞാൻ നിന്റെ ഇപ്പൊ വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതും കൂടി കൂട്ടി കഴിഞ്ഞ 1400 ആവും. അതിന് 1500 അങ്ങടെ തരും. അത് അമ്മാവന്റെ കണക്കല്ലേ? എന്റെ കണക്ക് വേറെ ഉണ്ട്, അത് ഞാൻ പറയാം. അമ്മാവപ്പോ ചെല്ല്. എന്ത് കണക്ക്? അതൊക്കെ ഉണ്ട്. 5 പൈസക്ക് ഉപകാരമില്ലാത്തൊരു അമ്മാവനാ. ഓരോ വീട്ടിൽ ഓരോ അമ്മാവന്മാരുണ്ട്. മരുമക്കൾക്ക് അങ്ങോട്ടാ കൊടുക്കുക, ഇത് അങ്ങോട്ട് കൊടുക്കണം. അതൊക്കെ തരേണ്ട സമയത്ത് അമ്മാവൻ തരും. എപ്പോ? എപ്പോഴാച്ചാലും. അപ്പൊ ഈ പറഞ്ഞ കാശിനേക്കാൾ കൂടുതൽ കാശ് എനിക്ക് ഇങ്ങോട്ട് തരാനാവും. കുറെ കാലമായി ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ട്. അമ്മാവൻ ചെല്ല്. ഇതിപ്പോ വട്ടിപ്പലിശക്ക് കാശ് എടുക്കാതല്ലേ നിന്റേതൊക്കെ കാശ് മേടിക്കണം നേരം. എന്നാ ശരി, ഞാൻ പോട്ടെ. പൊക്കോ. എന്താ ഇവിടെ നിൽക്കണ്? എന്താ ഇവിടെ നിന്നൂടെ? അവിടെ നിന്നൂടെ? നിക്കാം. സാധാരണ ഇവിടെ അല്ലല്ലോ നിൽക്കാറ്. എവിടെയാ? ആ പരാതി മുക്കലല്ലേ? ഓ, പരാതിമുക്ക്. അതെ, പരാതിമുക്ക് മാറ്റി. ഇനി മുതൽ ഇവിടെയാ. ഭയങ്കര സന്തോഷത്തിലാണല്ലോ. എന്താ കാര്യം? അയ്യോ, എന്തുവാ സന്തോഷം. 25-ാം തീയതിയിലത്തെ കല്യാണ ഡേറ്റ് കുറച്ചുകൂടെ മുന്നേക്ക് ആക്കിയെന്ന് കേട്ടു. അമ്പോ, ആടോ? ആര് പറയണു? ഞാൻ അറിഞ്ഞു ഡേറ്റ് മുന്നേക്ക് ആക്കിന്ന്. അതൊന്നുമില്ല, അത് അച്ഛന് വയ്യാണ്ടായപ്പോഴേ എന്തോ അച്ഛന് മനപ്രയാസം. മോന്റെ കല്യാണം വേഗം നടന്നു കാണാൻ അല്ലേ? കള്ളത്ര ഉണ്ടെന്നറിയാം. ഇനി അങ്ങോട്ട് നോക്കണ്ട, ഇങ്ങോട്ട് വാ. എന്താണ് പറ? അല്ല, എന്താ ഇപ്പം ഉദ്ദേശം? എന്താ കല്യാണം കഴിപ്പിച്ച അവളെ ഇവിടെ കൊണ്ട് താമസിപ്പിക്കാന്നാണോ? എടി, അവള് ഇവിടെ വന്നു കഴിഞ്ഞാലും നിന്നെ ഇവിടുന്ന് ആരും പറഞ്ഞു വിടുന്നില്ല. പിന്നെന്താണ് പ്രശ്നം? ആണോ? ഞാൻ പറഞ്ഞേക്കാം. അവളെയും കൂടെ ഇവിടെ കല്യാണം കഴിപ്പിച്ചോണ്ട് വരാനാണെങ്കിലേ കല്ലിക്കൊന്ന് ഞാൻ ഇവിടെ കുടിച്ചു മൂടും. കല്യാണം കഴിക്കാൻ വേണ്ടി നടക്കുന്നേ. എന്നെ തല്ലിക്കൊന്ന് കുഴിച്ചു വിടുന്ന പിന്നല്ലാണ്ട് എല്ലാം സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. 25-ാം തീയതി വരെ സഹിച്ചാൽ മതി എന്ന് വിചാരിച്ചപ്പോ അതിന് മുന്നേ കൊണ്ട് കല്യാണം നടത്താൻ പോകണോ? പിന്നെ എനിക്കല്ലേ വിഷമം, നിങ്ങൾക്ക് എന്ത് വിഷമം? നടക്കില്ലല്ലോ. എങ്ങനെ നടന്നാ ഞാൻ എന്ത് ചെയ്യും? എനിക്കിപ്പോ നിങ്ങൾ ഒരു തരി പോലും വിശ്വാസമില്ല. അതെന്താ നിനക്ക് ഇപ്പൊ വിശ്വാസമില്ലാത്തത്? എങ്ങനെ വിശ്വസിക്കും? സ്വന്തം ഭാര്യ 2 മക്കളെയും കൊണ്ടുവന്ന് അച്ഛൻ്റെ അമ്മയുടെ മുന്നിലിട്ട് ഇത്ര നാടകം കളിക്കാമെങ്കിൽ നിങ്ങൾ ഇതിലധികം നാടകം കളിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് വേറെ ഭാര്യയും മക്കളും കാണും, നോക്കിക്കോ. എടി, അത് ജീവിക്കാൻ വേണ്ടിയല്ലേ? ഏനോ ജീവിക്കാൻ വേണ്ടി വേറെ ഭാര്യ മക്കളോ? വേറെ ഭാര്യ മക്കളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. കൊണ്ടോ ഭാര്യ മക്കളും? വേണോ? ഉണ്ടോന്നാ ഞാൻ ചോദിച്ചേ. എന്ത് പറഞ്ഞാലും ഇങ്ങനെ ചിരിച്ചോണ്ടിരുന്നു. പിന്നല്ലാണ്ട്. എടി, എന്തിനാണ് ഈ നടക്കാത്ത കാര്യങ്ങൾ ആലോചിച്ചിട്ട് നീ ഇങ്ങനെ കരയാൻ നിൽക്കണത്? വെറുതെ ഈ പെണ്ണുങ്ങളുടെ മാതിരി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മുഴുവൻ ആലോചിക്കുന്നതാണ് നിന്റെ കുഴപ്പം. പെണ്ണുങ്ങളുടെ മാതിരി ഞാൻ പെണ്ണല്ലേ? കരയണ്ട, ഇതൊന്നും നടക്കുന്ന പണിയല്ല. പിന്നെന്താണ്? അപ്പൊ ഈ കല്യാണം മുന്നേ നടക്കത്തില്ല? അപ്പൊ ഈ കല്യാണം നടക്കുവോ? ഓ എന്റെ ദൈവമേ, ഇനി ഇത് അച്ഛനൊരു തോന്നൽ വന്നു പോയതല്ലേ. നടക്കത്തില്ലല്ലോ അല്ലേ? മുന്നേ നടക്കത്തില്ലല്ലോ. ഒരു കുഴപ്പമില്ല, നീ വെറുതെ ആശങ്കപ്പെടല്ലേ. ചുമ്മാതിരി. കേട്ടു. കണ്ണു തുടങ്ങി. തുടച്ചു. തുടയ്ക്കുന്നതൊക്കെ തുടച്ചു. വയ്ക്കോ?
ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടെൻഷൻ അടിച്ച് എനിക്ക് വല്ല അസുഖവും വരും.